നമസ്കാരം. രാഹുൽ ഗാന്ധിന്റെ കൈക്കെന്തോ ഒരു പരിക്കുണ്ട്, വിരലിനാണ്. ലോക്സഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ സ്പീക്കർ അത് കണ്ടു. ഓം ബിർള ചോദിച്ചു, എന്താ പറ്റിയത് എന്ന്. അത്രേ ഉള്ളൂ, ചെറിയൊരു മുറിവാണ്. പക്ഷെ അതിലും വലിയ മുറിവാണ് ഇപ്പോഴത്തെ നിലയിൽ വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ കേന്ദ്ര സർക്കാർ ഭരണഘടനയ്ക്ക് മേൽ ഉണ്ടാക്കാൻ പോകുന്നത്. Women are a central force, a driving force in our national imagination, in our national perspective. അതെ, പക്ഷേ ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സംവരണ നിയമം എന്ന പേരിൽ സ്ത്രീ സമൂഹത്തിന് മേൽ മണ്ഡല പുനർനിർണയത്തിന്റെ ഭാരം കെട്ടിയേൽപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അവരെ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനുള്ള ഉപകരണമാക്കുകയാണ്. All of us, every single one in this room has been influenced a lot from women in their lives. എല്ലാവർക്കും അവരുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്ന സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. Mothers, sisters, wives. രാഹുൽ ഗാന്ധി പക്ഷേ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഭാര്യയില്ല. മറ്റ് രണ്ട് സ്ത്രീകൾ പക്ഷേ രാഹുലിന്റെ ജീവിതത്തിലുണ്ട്. വനിതാ സംവരണ ബില്ലടക്കം ചർച്ച ചെയ്ത ലോക്സഭയിലെ ഈ ചർച്ചാവേളയിൽ പ്രസംഗത്തിനിടെ രാഹുൽ അത് വിശദീകരിച്ച് തന്നെ വെളിപ്പെടുത്തി. പിന്നീട് അങ്ങോട്ട് പ്രസംഗത്തിൽ കത്തിക്കയറി. ആ പ്രസംഗത്തിന്റെ വിശദാംശമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. വനിതാ സംവരണ ബിൽ, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. രാഹുൽ വ്യക്തിയുടെ ജീവിതത്തിലെ വനിതകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരമ്മയും പെങ്ങളുമുണ്ട്. Rijuji said, of course, Prime Minister and myself don't have that wife issue. So we don't get that input, but we have our mothers and our sisters. സഹോദരി പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ നടത്തിയ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം രാഹുലിനെ വല്ലാതെ സന്തോഷിപ്പിച്ചിരുന്നു. കാരണം അമിത്ഷാജിയെ ചിരിപ്പിക്കാൻ ആ പ്രസംഗത്തിലൂടെ കഴിഞ്ഞു അത്രേ. Yesterday I was watching my sister achieve something that in 5 minutes achieve something that I have not been able to do in maybe 20 years of my political career, which was to make Mr. Amit Shah ji smile. There's something that I also need to practice and learn, and I was feeling very proud as an older brother. അതൊക്കെ ശരിയാണ്, പക്ഷേ ഇത് വനിതകൾക്ക് വേണ്ടിയുള്ള ബില്ലല്ല. This is not a women's bill. This is nothing to do with the empowerment of women. ഇത് നാണം കെട്ട ഒരു പരിപാടിയാണത്രേ. Actually, it is a shameful act. Because instead of giving them women's reservation, which is very easy to do, and every single opposition person will support it right now, bring that old bill back right now, and we will help you pass it for implementation from this second. എന്താണ് ഈ ബില്ലിലൂടെ BJP സർക്കാർ ചെയ്യുന്നത്? OBC വിഭാഗത്തെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള പദ്ധതിയാണ്. What they are trying to do is they are trying to avoid giving power, giving representation to my OBC brothers and sisters, and to take away power from them. This is the agenda over here. മനുസ്മൃതിയെ ഭരണഘടനയ്ക്ക് മുകളിൽ സ്ഥാപിക്കാനുള്ള പരിപാടി. Manuvad over Samvidhan. ദളിതരെ ഹിന്ദുക്കൾ എന്ന് വിളിക്കുകയും അവരെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്നു. ഇതാണ് ഒറിജിനൽ വസ്തുത. You call Dalits Hindus, but you do not give them any space in the power structure of this country. And you can ask this to any Dalit, you can ask it to any OBC. This is a fact. You call them Hindus, but you do not give them any place in this country. രാഹുൽ ഇത്രയും പറഞ്ഞോടെ സംഗതി അലമ്പായി. കിരൺ റിജിജു എണീറ്റു. രാജീവ് ഗാന്ധിയാണ് OBC സംവരണത്തെ എതിർത്തത് എന്ന പതിവ് സംഗതി എടുത്തടിച്ചു. ओबीसी का रिजर्वेशन अपोज उस समय का प्रधानमंत्री राजीव गांधी जी ने किया था. राहुल गांधी जी उसका जवाब दे सकते हैं कि राजीव गांधी जी ने क्यों अपोज किया था ओबीसी रिजर्वेशन. അത് അതിന്റെ വഴിക്കോട്ടെ. പക്ഷെ രാഹുൽ ചെറുപ്പകാലത്ത് കണ്ട ഒരു മജീഷ്യന്റെയും ബിസിനസ്സുകാരന്റെയും കഥ പറയാനാണ് സഭയിൽ പ്രധാനമായും വന്നത്. മൂപ്പര കഥ അങ്ങ് പറയാൻ തുടങ്ങി. I was there, my sister was also there, she's smiling. 300-400 people went to see that show. Fantastic magic show. राहुल जी, आप जादू पूरा उसकी जगह आप बिल पे बोल लो. अच्छा रहेगा. എന്തോ പൊട്ട കഥ പറയാൻ പോകുന്നു എന്ന് വിചാരിച്ച ചിരിയാണ് ഓം ബിർളയുടേത്. गार्डन में था, जादूगर था सर, लाल रंग का कैप पहना हुआ था.
उसके सामने 2-3 मेजें टेबल्स, एक पे वो टोपी, एक पे 2-3 बॉल थी, उसके इंप्लीमेंट्स थे। उसने शुरू किया सर, पहले उसने पहले टोपी उठाई और टोपी में से उसने खरगोश निकाला ऐसे। ഈ മാജിക്കൊക്കെ കാണിച്ചിട്ട് എന്താണ് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യം? സഭയിലെ ചർച്ചയുമായി എന്താ രാഹുൽ പറയുന്ന ഈ കഥയ്ക്ക് കണക്ഷൻ? कनेक्टेड है टोटली। കണക്ഷൻ വരുമായിരിക്കും. वो 6 बॉल थी, उसमें बीच में गायब कर दी। बच्चे मेरे को हैरान, हम तालियां बजा रहे हैं, हंस के तालियां बजा रहे हैं। सर उसके बाद क्या हुआ सर, वो मेज थी सर, वो मेज पे खड़ा हुआ ऐसे, और उसके असिस्टेंट्स आए और उसने उस पे चेन बांध दी, 3-4 चेन, और असिस्टेंट्स आए, वो ताले लिए, उन्होंने ताले लगा दिए और साहब ऐसे खड़े हो गए, चेन लग गई सब जगह, और उसके ऊपर उन्होंने वो केप सा लगा दिया काला। ആരാണ് ആ മജീഷ്യൻ? ഓം ബിർളയ്ക്ക് സംഗതി എന്തോ പന്തികേടിലേക്ക് പോകുന്നതായി തോന്നി തുടങ്ങിയിരുന്നു. എന്താണ് ഇവിടുത്തെ ആ കണക്ഷൻ? कनेक्टेड है सर। सर हुआ क्या, मैं राहुल गांधी जी उसके बाद सर बोलने दीजिए सर। ഇത് സംഗതി പെട്ടത് തന്നെയെന്ന് ഓം ബിർളയ്ക്ക് ഉറപ്പായി. और उसने एक मैजिक ट्रिक गलत कर दी, वो निकल नहीं पाया, वहीं खत्म हो गया सर। മജീഷ്യന്റെ കഥ കഴിയുമ്പോഴേക്കും തന്റെ പണി പോകുമോ എന്നുള്ള പേടി മൂപ്പരെ പിടികൂടി. सर हंस लीजिए सर प्लीज। आप सदन में इसी तरीके की चर्चा करना चाहते हैं क्या? നിർത്തിക്കോ എന്ന് ഓം ബിർള മനസ്സിൽ വിചാരിക്കുമ്പം രാഹുൽ വീണ്ടും പറയാണ് മജീഷ്യനും ബിസിനസ്സുകാരനും തമ്മിൽ ഭയങ്കര പാർട്ട്ണർഷിപ്പ് ആയിരുന്നു അത്രേ. അതെല്ലാവർക്കും അറിയാത്രേ. Everybody knows a partnership between our friend the magician and the businessman. ഛേ, എന്തെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത്? അങ്ങനെയെല്ലാം പറയാൻ പാടുണ്ടോ? ये तो तरीका ठीक नहीं है। नाम नहीं लिया सर, सर मैजिशियन बोला है सर। എന്ത് മജീഷ്യൻ? പേര് പറയാണ്ട് ഒരു കഥ പറഞ്ഞാല് ആള് തിരിയില്ല എന്ന് വിചാരിച്ചിട്ടാ? ചെയറിന് പക്ഷെ ആളെ മനസ്സിലായി. ഇമാതിരി കഥ പാർലമെന്ററി അല്ല അൺപാർലമെന്ററി ആണ് എന്ന് മൂപ്പര് അപ്പം തന്നെ പറഞ്ഞു കൊടുത്തു. अनपार्लियामेंट नहीं है, पर ये संसद है। ऐसा नहीं है कि आप जो चौराहे पे बोलो संसद में बोलोगे। संसद की अपनी मर्यादा गरिमा होती है। ഒരു മര്യാദയിലും വേണ്ടേ രാഹുൽ ഗാന്ധി ഈ കഥയൊക്കെ പറയുമ്പോൾ? മജീഷ്യന്റെയും ബിസിനസ്സുകാരൻ്റെയും കഥ എന്തെന്നാണ് ഇപ്പൊ ഇങ്ങനത്തെ കഥയെല്ലാം പറയുന്നത്? Speaker sir, what has happened? There is a partnership and then there is a hidden power. Massive, extremely strong, but completely hidden. എന്നിട്ടും രാഹുൽ കഥ നിർത്തണ്ടേ? മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കന്നെ. It knows every single detail about the magician from when he first came into politics till when he arrived as Prime Minister. And it is using that information. ना നോ രാഹുൽ ഈ ചെയ്ത് നിർത്തണം. Sir, the truth is the magician has been caught. ഛേ, ഇത്രയെല്ലാം പറഞ്ഞിട്ടും പേര് പറയാണ്ട് ഇങ്ങനെ കളിപ്പിക്കുക. പേര് പറയുന്നുണ്ടോ? ഇല്ല. എന്നാൽ പേരെല്ലാവർക്കും മനസ്സിലാവും. എന്തൊരു ചെയ്ത്താണ്. The magician of Balakot, the magician of demonetization, the magician of Sindhur has suddenly got caught. Why? Yeah. Because he was രാഹുൽ ആണെങ്കിൽ പേര് പറയുന്നില്ല, നാട്ടുകാർക്കാണെങ്കിലോ എല്ലാം മനസ്സിലാവുകയും ചെയ്യും. ഇതെന്താ കഥ? अब सर ഇതെല്ലാം കേട്ട് എങ്ങനെ മോദിസ്റ്റുകൾ സംയമനത്തോടെ ഇരിക്കും? കിരൺ റിജ്വൽ എണീറ്റ് നിന്ന് തുള്ളുകയാണ്. तरीका बिल्कुल भी नहीं है। होने के नाते बिल्कुल आप नहीं। बोलिए, मगर नियम से हाँ, बोलिए। नहीं करूंगा मैं। और ये माननीय सदस्य इस श्री देश का 140 करोड़ माननीय का सदस्य പാവം ഓം ബിർള ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്യും? मैं इतना कहना चाहता हूँ। ഒടുക്കം രാജ്നാഥ് സിംഗ് പതിവ് പോലെ രോഷത്താൽ ഘനഗംഭീര ശബ്ദത്തിൽ എണീറ്റ് നിന്ന് രണ്ട് പറഞ്ഞു. देश की जनता का अपमान कर रहे हैं अध्यक्ष महोदय, और मैं आपसे अनुरोध करना चाहता हूं, जिन शब्दों का इन्होंने प्रयोग किया उसे सदन की कार्रवाई से बाहर निकाला जाना चाहिए और राहुल गांधी को क्षमा मांगनी चाहिए देशवासी। രാഹുൽ ഗാന്ധി ക്ഷമ പറയണത്രേ. എന്തിന്? ഒരു മജീഷ്യന്റെയും ബിസിനസ്സുകാരന്റെയും കഥ പറഞ്ഞതിന്. അതിനെന്തിനാ ക്ഷമ പറയുന്നത്? അല്ലപ്പാ, അത് ശരിയല്ലല്ലോ. അങ്ങനെ ഏതെങ്കിലും മജീഷ്യന്റെയും ബിസിനസ്സുകാരന്റെയും കഥ പറയാൻ പാടില്ല. ഓം ബിർള പെട്ട പെടല്.
കിരൺ റിജിജുവും എണീറ്റു. രാഹുലിന്റെ മാപ്പ് പറയിച്ച് അടങ്ങും. जवानों ने जो कार्रवाई किया उसको मजाक उड़ा रहे हैं. എല്ലടോ, റിജിജു ഇത്ര കാര്യമായിട്ട് പ്രതിഷേധിക്കുമ്പം ബാക്കുന്ന ഒരാൾ ബഹളം വെക്കുന്നുണ്ടല്ലോ. ആര്യത്? ഒന്നും കൂടി കാണിച്ച. നമ്മുടെ ആക്ഷൻ ഹീറോ അല്ലേ അത്? മൂപ്പർ എന്താ കാണിക്കുന്നത് നോക്കട്ടെ. എന്തെങ്കിലും ആട്ടെ, റിജിജു അതൊന്നും നോക്കാൻ പോയില്ല. എങ്ങനെങ്കിലും രാഹുലിന്റെ മജീഷ്യന്റെ കഥ ബ്ലോക്ക് ചെയ്യണ്ടേ. जो अनपार्लियामेंट्री है. മജീഷ്യൻ എന്ന വാക്ക് അൺപാർലമെന്ററി ആണ് എന്ന് പുസ്തകം എടുത്തിട്ട് പറഞ്ഞു റിജിജു. Even magician referred to the minister is also unparliamentary. അതിന് രാഹുല് അതെന്തെങ്കിലും മന്ത്രിയാണ്, ഏതെങ്കിലും പ്രധാനമന്ത്രിയാണെന്നും പറഞ്ഞില്ലല്ലോ. എന്നാ വേണ്ട, ഒടുക്കം സ്പീക്കർ ഓം ബിർള പറഞ്ഞു, നല്ല ഭാഷ ഉപയോഗിക്കണേ രാഹുൽ ഗാന്ധി എന്ന്. हमारी भाषा संयमित होनी चाहिए, मर्यादित होनी चाहिए, आचरणपूर्ण होनी चाहिए. മജീഷ്യൻ അതത്ര മോശം ഭാഷയാണോ? എന്തായാലും പ്രസംഗം തുടരുമ്പോൾ രാഹുൽ വീണ്ടും മജീഷ്യൻ എന്ന് പറഞ്ഞു കളഞ്ഞു. As I said, the magician has been caught. Please, no. No. പാവം ഓം ബിർള എന്ത് ചെയ്യാനാ? ഇനി ആ വാക്ക് മുണ്ടിപ്പോരെന്നാണ് കൽപ്പന. ഒടുക്കം രാഹുൽ ആ വാക്ക് വിട്ടു, ആ കഥയും വിട്ടു. ഒരു നമ്പർ 16 എന്ന് പറഞ്ഞൊരു നമ്പർ എടുത്തടിച്ചു. അതിനെ പേടിക്കണ നരേന്ദ്രമോദിയുടെ കാര്യം പറഞ്ഞു. And I noticed on my phone 16th of April. And I was like, my God, how crazy. That's the number. 16. This 16 number. This is the number. The whole answer to the riddle is in the number 16. Everything is in the number 16. Now, if anybody understands what I'm saying, please send me a message. And on Twitter, you can tell what it is. But the answer to your problems, and you're going to find out very soon, is in the number 16. എന്തിന്നിപ്പോൾ 16ന്റെ രഹസ്യം ആകെപ്പാടെ എല്ലാവർക്കും ആശങ്കയായി കാണും. ഇനി ആ 16 അൺപാർലമെന്ററി ആണ് എന്ന് പറയില്ല നമുക്ക് വിചാരിക്കാം. എല്ലാം കഴിഞ്ഞ് ഒറിജിനൽ വനിതാ സംവരണ ബില്ല് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് രാഹുൽ പ്രസംഗം നിർത്തി. കാര്യം നാട്ടുകാർക്കൊക്കെ മനസ്സിലായി. എന്നാലും 16ന്റെ കഥ എന്താ? നമുക്കറിയില്ല. നന്ദി, നമസ്കാരം.